രാഘവ് ചദ്ദയും 7 എംപിമാരും BJP-യിലേക്ക് വന്നപ്പോൾ വീണ്ടും ചർച്ച ചെയ്യപ്പെട്ട പാർട്ടിയാണ് AAP. ഈ പാർട്ടി ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ആർക്കും ഓർമ്മയില്ലാത്തൊരു സാഹചര്യമായിരുന്നു. പക്ഷേ ഈ AAP എന്ന് പറയുന്ന ആം ആദ്മി പാർട്ടി, ആ പാർട്ടി ആരുടെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ് എന്നുള്ള ചോദ്യം കൂടിയില്ലേ? ആ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഇത് സാധാരണ കേൾക്കുന്ന ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു സൃഷ്ടിയാണത് എന്നുള്ളതാണ്. അണ്ണാ ഹസാരയുടെ സമരം അദ്ദേഹം അത് വളരെ നല്ല സതുദ്ദേശത്തോടെ തുടങ്ങിയ സമയത്ത് ഒരുവിധം അഴിമതി വിരുദ്ധരായ ജനങ്ങൾ മുഴുവനും പല രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ അതിന് സപ്പോർട്ട് കൊടുക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ ആ സമയത്ത് അതിൽ നുഴഞ്ഞു കയറിയിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ ഈ നാഷണലിസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് പറഞ്ഞാലും അതിനോട് അലർജി പ്രഖ്യാപിക്കുന്ന ആൾക്കാരാണ്. അതിലൊരാളാണ് പ്രശാന്ത് ഭൂഷൺ. പ്രശാന്ത് ഭൂഷൺ പല NGO-കൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന് അനവധി NGO-കളുണ്ട്. അപ്പോൾ ഈ NGO-കളൊക്കെ ഉപയോഗിച്ചിട്ട് അതിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പാദയാത്ര വരെ അതിൻ്റെ ഭാഗമാണെന്ന് പറയുന്നു. ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ ഭാരത് ജോഡോ യാത്ര. അപ്പോൾ അങ്ങനെയുള്ള പല ആക്ടിവിറ്റീസിൻ്റെ ഒരു ഭാഗമാണിത്. അതുകൊണ്ടാണ് ഇവർ പവറിൽ വരുമ്പോൾ അഴിമതിക്കെതിരായിട്ടുള്ള അടിച്ച് മാറ്റിക്കളയുന്നു എന്നൊക്കെ പറഞ്ഞു വന്ന ആൾക്കാർ പിന്നെ അഴിമതിയുടെ അപ്പോസ്തലന്മാരായി മാറിയവർ. അഴിമതി തന്നെ അവരുടെ കാര്യങ്ങൾ. മുഖ്യമന്ത്രി ജയിലിൽ കിടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ മുമ്പ് ബീഹാറിലെ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവ് അങ്ങനെ ജയിലിൽ കിടന്ന് അതൊക്കെ നമുക്കറിയാം. അപ്പോഴും ജോലി ഔദ്യോഗികമായിട്ട് പറഞ്ഞാൽ ജോലി രാജിവെച്ചിരുന്നു. എൻ്റെ ഭാര്യയെ പിടിച്ചേൽപ്പിച്ചു ആ സ്ഥാനം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് മുഖ്യമന്ത്രി ആയിരിക്കും വേറെ നേരെ ജയിലിൽ പോകുന്ന അവസ്ഥയൊക്കെ വന്നു. അപ്പോൾ അതുകൊണ്ട് ഈ നമ്മുടെ നാട്ടിൽ എന്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള നല്ലൊരു മറയാണ് NGOs. അവാർഡുകൾ, ഈ മാർക്സിസ്റ്റ് അവാർഡ് ഇതേപോലെ തന്നെ ഈ നമ്മുടെ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആൾക്കാർ പ്ലാൻ ചെയ്യുന്ന സംഗതികളാണ്. മാർക്സിസ്റ്റ് അവാർഡ് നമുക്കറിയാം, ഈ ലെഫ്റ്റിസ്റ്റുകളും ഒക്കെ ചേർന്നുകൊണ്ട് അതിനൊക്കെ വലിയ രീതിയിൽ പുകഴ്ത്തുന്നുണ്ട്. അത് നോബൽ പോലെയൊക്കെ ആക്കി മാറ്റി പറഞ്ഞു. അതുപോലെ തന്നെ ബുക്കർ പ്രൈസ് എന്താ മോശമാണോ? അത് മോശമല്ല. കാരണം അതും പക്ഷെ ഈ പറയുന്ന ആൾക്കാർക്ക് പത്മ പുരസ്കാരം, ഭാരതരത്ന എന്നൊക്കെ കേൾക്കുമ്പോൾ പാരമ പുച്ഛമാണ്. കാരണം അത് ഭാരതത്തിന്റെ അല്ലേ. സായിപ്പ് പറയുന്നത് അങ്ങനെയാണ് നമുക്ക് ഈ ഡീപ് സ്റ്റേറ്റിന്റെ ആളുകളെ തിരിച്ചറിയാൻ പറ്റുക. അത് പറ്റും. ഡീപ് സ്റ്റേറ്റ് ആരെ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. അവർ എന്തെങ്കിലും നാഷണലിസത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അവരതിനെതിരെ പറയും. നാഷണൽ ഇൻറ്റിഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ പറയും. പാകിസ്ഥാനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മനുഷ്യാവകാശം പറയും. പാകിസ്ഥാൻ പട്ടാളക്കാരൻ്റെ മനുഷ്യാവകാശം പറയും. ചൈനയ്ക്കെതിരെ പറഞ്ഞാൽ അപ്പോഴും അവർക്ക് ചൈന നമുക്കൊരു പ്രശ്നമൊന്നുമല്ല എന്ന് പറയും. ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസത്തിനെ പറ്റി പറഞ്ഞാൽ പറയും അത് വർഗീയത പറയണം, അങ്ങനെയൊന്നും ഇല്ല, അത് നടക്കണ കാര്യമാണോ, അതൊക്കെ വെറുതെ പറഞ്ഞല്ലേ. സാർ, ഈ AAP-യിലേക്ക് തിരിച്ചു വരുമ്പോൾ ആം ആദ്മി പാർട്ടിയെ ഫണ്ട് ചെയ്തത് ആരാണ്? കാരണം ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും പ്രവർത്തിക്കാനായിട്ട് ഫണ്ട് വേണം. ഫണ്ട് ഇല്ലാതെ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് ഉണ്ടായ ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. അത് വളരെ പെട്ടെന്ന് ശക്തി പ്രാപിക്കുകയും ചെയ്തു. ആ പാർട്ടിയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില വിവരങ്ങൾ കിട്ടിയതനുസരിച്ചിട്ട് ഫോർഡ് ഫൗണ്ടേഷൻ, ഓപ്പൺ സൊസൈറ്റി തുടങ്ങിയിട്ടുള്ള ഡീപ് സ്റ്റേറ്റ്, ഇതൊക്കെ സോറോസുമായി, ഇതെല്ലാം ജോർജ് സോറോസുമായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നെ ഇത് ഡീപ് സ്റ്റേറ്റിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ പല അവരുപയോഗിക്കുന്ന ചില ടൂൾ കിറ്റുകളാണ് ഇതെല്ലാവരും ഇൻ്റർനാഷണലായിട്ട്. ഇവിടെ അതിനുള്ള ടൂൾ കിറ്റുകളായിട്ട് ഇവിടെ കുറേ NGO-കളെ സൃഷ്ടിക്കും. സാറിപ്പോൾ പറഞ്ഞല്ലോ പ്രശാന്ത് ഭൂഷൺ, അദ്ദേഹത്തിന് ഏതാണ്ട് 5ഓളം NGOs ഉണ്ട്. ഒരാൾക്ക് ഇത്രയധികം NGOs എന്തിനാണെന്ന ചോദ്യമുണ്ട്. പക്ഷെ അത് ആരും ചോദ്യം ചെയ്യുന്നില്ല. ഇപ്പോൾ സെൻറ്റർ ഫോർ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു NGO ഉണ്ട്. അത് 80s VM താർക്കുണ്ടെ സ്ഥാപിച്ചാണ്. VM താർക്കുണ്ടെ എന്ന് പറഞ്ഞ ആള് ശരിക്കും പണ്ട് അദ്ദേഹം അറിയപ്പെടുന്ന ആളായത് ജസ്റ്റിസ് ആയിരുന്നു എന്ന് തോന്നുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജസ്റ്റിസ് VM താർക്കുണ്ടെയാണ്. റിട്ടയർ ചെയ്ത 70s പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് ആൻഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നാണ് പറഞ്ഞത്. PUCL എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്, പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്. ഈ ഒരു സംഘടന കൂടെ താർക്കുണ്ടെ അറിയപ്പെടുന്ന ആളാവുന്ന അങ്ങനെയാണ്.
അപ്പോൾ ആ കാലത്തും ആദ്യഘട്ടത്തിൽ ജനങ്ങൾക്ക്, ഇപ്പോൾ ഞാനൊക്കെ അന്ന് എൻ്റെ യങ് ഏജ് കാലത്തൊക്കെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ആരാധകനായിരുന്നു. കാരണം സിവിൽ ലിബർട്ടീസ്, അന്ന് ഇന്ദിരാഗാന്ധി കുറേ കൂടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും ജനാധിപത്യത്തിന് വിരുദ്ധമായിട്ട് പാർട്ടിക്കകത്തും ജനാധിപത്യമില്ല, ഗവൺമെൻറ്റിലും ജനാധിപത്യത്തിലെ മന്ത്രിമാരെ കൂടെ അങ്ങോട്ടും ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെ ഒരു ഫാസിസത്തിൻ്റെ തുടക്കമാണെന്ന് പറയുമ്പോൾ ആ കാലത്ത് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ വന്നു കഴിഞ്ഞാൽ എറണാകുളത്തൊക്കെ വന്ന് ഞങ്ങൾക്ക് പോയി ക്യൂ നിന്ന് കേൾക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ പക്ഷേ ഇതെല്ലാം തുടക്കങ്ങൾ എപ്പോഴും നല്ല രൂപത്തിലാണ് കൊണ്ടുപോവുക. അതാണ് ഈ ഇത്തരത്തിലുള്ള ഈ ഡീപ് സ്റ്റേറ്റ് പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ കാര്യം വെച്ചാൽ അവർ തുടക്കം എപ്പോഴും നല്ലതായിരിക്കും. ആ തുടക്കത്തിൽ കൂടിയാണ് അവർ ആളുകളെ അട്രാക്ട് ചെയ്തിട്ട് ആളുകളുടെ മനസ്സിനെ കീഴടക്കുന്നത്. മനസ്സിനെ കീഴടക്കി കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്നതെല്ലാം അനുസരിപ്പിക്കാം. അതെ, ഈ പറയുന്ന പ്രശാന്ത് ഭൂഷൺ സ്ഥാപിച്ച മറ്റൊരു NGO എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോളിസീസ് ആൻഡ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അങ്ങനെ അതായത് ADR അഥവാ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന സംഘടനയും പ്രശാന്ത് ഭൂഷണുമായിട്ട് ബന്ധമുള്ളതാണ്. 99 നക്സൽ ബന്ധമുള്ള ഒരു കൂട്ടം പ്രൊഫസർമാർ അവർ ചേർന്നിട്ടൊക്കെ ഉണ്ടാക്കിയതാണ് ഈ NGO എന്നാണ് പറയുന്നത്. അങ്ങനെ അതിൻ്റെ ലിങ്കിലേക്ക് വരുമ്പോഴാണ് കേജ്രിവാളിലേക്ക് എത്തുന്നത്. 99 ഉണ്ടാക്കിയ NGO ആണ് പരിവർത്തൻ എന്ന് പറയുന്നത്. പരിവർത്തൻ ഇതിൻ്റെ ഫണ്ട് വ്യവസായികൾ, സമ്പന്നർ എന്നിവരിൽ നിന്നൊക്കെ ശേഖരിച്ചിട്ടാണ്. അങ്ങനെ 2005 എത്തുമ്പോൾ മനീഷ് സിസോദിയുമായി ചേർന്ന് ഉണ്ടാക്കിയതാണ് കബീർ എന്ന് പറയുന്ന NGO. ഇതിന് ഫണ്ട് ചെയ്തിട്ടുള്ളത് ഫോർഡ് ഫൗണ്ടേഷൻ എന്ന ഡീപ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇവർ തന്നെയാണ് മാർക്സസെ അവാർഡിനും ഫണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ റൂട്ട് വളരെ ക്ലിയർ ആണ്, പക്ഷെ അത് മാധ്യമങ്ങൾ വളരെ കൃത്യമായിട്ട് മൂടി വെച്ചിട്ടുണ്ട്. അതെ, കാരണം നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പലരും അനാർക്കി ആഗ്രഹിക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോവും അവരുടെ കാര്യങ്ങൾ. കാരണം ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു കാര്യം നടപ്പാക്കണം, അല്ലെങ്കിൽ അത് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം നാഷണലിസത്തിൻ്റെ ബേസിൽ അത്തരം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെല്ലാം ചോദ്യം ചെയ്യുക, ഒരു അനാർക്കിസം പറയുക. അങ്ങനത്തെ ഒരു രീതിയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ പലപ്പോഴും കാണിച്ചു വരാറുള്ളത്. ഇപ്പോൾ മുൻപ് നമ്മുടെ മലയാള മീഡിയയൊക്കെ വളരെ വ്യക്തമാണല്ലോ. ഇപ്പം എന്ത് കാര്യം വന്നു കഴിഞ്ഞാൽ ഒരു അനാർക്കിസം ഇവിടെ കുറച്ച്. ഇപ്പം എൻ്റെ ഒരു വാചകം കൊണ്ട്, ഞാൻ ന്യൂസ് റീഡർ അല്ലെങ്കിൽ ന്യൂസ് പ്രസൻറ്റർ ആണെങ്കിൽ, ഞാൻ പ്രസൻറ്റ് ചെയ്യുന്ന ഇന്നത്തെ ന്യൂസിൻ്റെ ഒരു വാചകം കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ ഇവിടെ കുറേ കലാപം ഉണ്ടായി, കുറേ ആൾക്കാർ മരിക്കുക, അല്ലെങ്കിൽ കുറേ പേർക്ക് അപകടം, എന്തെങ്കിലും പരിക്ക് പറ്റി ആസ്പത്രിയിലായി, അല്ലെങ്കിൽ കുറേ പബ്ലിക് പ്രോപ്പർട്ടീസ് നശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് ക്രെഡിറ്റ് ആണെന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ CAA ബില്ല് നടക്കുന്ന സമയത്ത് ഇതാ എൻ്റെ പിന്നിലൊരു പള്ളി കത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ജേർണലിസ്റ്റ് മലയാളിയാണ്, TV ജേർണലിസ്റ്റ്. ഒരു കുന്തം ഉണ്ടായില്ല. പിന്നെ ഏതോ ഒരു യൂണിവേഴ്സിറ്റിയിൽ അവിടെ കുറേ സ്റ്റുഡൻസിനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ മയ്യത്ത് നിസ്കാരം വരെ നടത്തി. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല, ഒരു പള്ളിയും കത്തിയിട്ടില്ല. പക്ഷേ അങ്ങനെ വരുമ്പോൾ അത് മറ്റേ പേരെടുത്തിട്ട് നാഷണലിസ്റ്റ് സംഘടനകളുടെ പേര് എടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ പറയും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് RSS ആണ് എന്ന് പറയും. അത് എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. എന്തും RSSന്റെ BJPയുടെ തലയിലേക്ക് വെക്കുക. കാരണം ഈ വളരെ അടിത്തട്ടിൽ നിന്ന് പ്രവർത്തനം നടത്തുകയാണ് RSS. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചാലും വർഗീയത എന്ന് പറയുന്നത് RSS ആണെന്നുള്ള ഒരു നെറേറ്റീവ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിപ്പോഴും മനസ്സിൽ നിന്ന് പോകാത്ത ഒരുപറ്റം ആളുകളുണ്ട്. നമുക്ക് ഒരു പ്രസ്ഥാനത്തെ അറിഞ്ഞിട്ട് വേണമല്ലോ വിമർശിക്കാൻ. ഇത് അറിയാൻ പോലും സമ്മതിക്കാതെ അതിന് പകരം ഇത്തരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങളിൽ മറ്റൊന്ന്, 2006 ഈ പറയുന്ന കേജ്രിവാളിനെ രാഷ്ട്രീയ പ്രവർത്തന നിലയിൽ ഫണ്ട് ഇറക്കിയതും ഈ പറയുന്ന സംഘടനയാണ്. അതെ, അതിന് പ്രശാന്ത് ഭൂഷണൊക്കെ നല്ല പങ്കുണ്ട്. അതായത് 2006 ഇൻകം ടാക്സ് ഓഫീസറായിരുന്ന പദവിയൊക്കെ രാജിവെച്ച് കേജ്രിവാൾ ഡീപ് സ്റ്റേറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഇറക്കിയ ഒരു സംഘടനയാണ് ഉണ്ടാക്കിയത്. നിർദ്ദേശപ്രകാരം ഉള്ള സംഘടനയാണ്. അപ്പോൾ അതുവഴി കൃത്യമായിട്ട് ഫണ്ട് കേജ്രിവാളിന് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നമുക്കതിൽ നിന്ന് വ്യക്തമാണ്. അത് വ്യക്തമാണ്. അല്ലെങ്കിൽ കേജ്രിവാളിൻ്റെ ഒരു ഇൻകം ടാക്സ് ഓഫീസർ ഒരു ജനനന്മയ്ക്ക് വേണ്ടി ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉപേക്ഷിച്ചുകൊണ്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഫണ്ടിങ് കിട്ടണമല്ലോ, ഉറപ്പ് കിട്ടണമല്ലോ. ഫണ്ടിങ് വേണം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ, ഞാനായാലും അതിൻ്റെ ചിത്രം കാണുമോ അല്ലെങ്കിൽ വീട് കാണുമെന്ന് ഞാൻ ഡൽഹിയിൽ പോയിട്ട് കുറച്ച് നാളായി. പക്ഷേ കണ്ട ആളുകൾ പറയുന്ന അതിഭീകരമായ വലിയ വീടൊക്കെ പണിതിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനൊക്കെയുള്ള പൈസ എവിടെ നിന്ന്? അതുപോലെ ഫ്രീ ബീസ് ആയിരുന്നു, എല്ലാം ഫ്രീ ബീസാണ്.
ഈ ഫ്രീ ബീസ് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ഇക്കോണമിയുടെ ആ ഏത് സ്റ്റേറ്റ് ആണെങ്കിലും ആ സ്റ്റേറ്റിൻ്റെ ഇക്കോണമിയുടെ നട്ടിലൊടിക്കുന്ന പരിപാടിയാണ്. അൺപ്രൊഡക്റ്റീവ് എക്സ്പെൻഡിച്ചറും ഫ്രീ ബീസും ഇത് രണ്ടും ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ അംഗീകാരം കിട്ടുന്നൊരു സംഗതിയല്ല. പക്ഷെ അതുവരെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പോപ്പുലിസ്റ്റ് മെത്തേഡ് എന്ന് പറയില്ലേ, ജനങ്ങളുടെ കയ്യടി വാങ്ങുക. അപ്പോൾ അതുകൊണ്ട് പിന്നീട് ആ ജനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ കർഷക സമരമോ അല്ലെങ്കിൽ CAA സമരത്തിനൊക്കെ വേണ്ടി ഇവർ ഇറക്കാൻ കഴിയുക. ഇനി ഇവർക്കൊക്കെ സപ്പോർട്ടായിട്ട് വരുന്ന ആൾക്കാരാണ് അർബൻ മാവോയിസ്റ്റുകൾ. അർബൻ മാവോയിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അവരൊക്കെ വൈറ്റ് കോളറുകാരാണ്. അപ്പോൾ മിക്കവാറും പ്രൊഫസറോ അല്ലെങ്കിൽ എന്തെങ്കിലും ആൾക്കാരൊക്കെ ഇരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ച് പറഞ്ഞെങ്കിൽ അവർ ഈ അർബൻ മാവോയിസ്റ്റുകളുടെ ഈ അവർ ആവരണം അണിഞ്ഞ് നിൽക്കുമെങ്കിലും അവരെ സംബന്ധിച്ച് അവർ പേഴ്സണൽ ലൈഫിൽ അവർക്ക് സോ കോൾഡ് മാവോയിസം എന്ന് അവർ പറയുന്നത് അധ്വാനിക്കുന്നവൻ്റെ കൂടെ നിൽക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, ചെറിയ രൂപത്തിലുള്ള ലളിതമായ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും അല്ല അവർ ചെയ്യണത്. എനിക്കറിയുന്ന പല ആൾക്കാരുണ്ട്, കുട്ടികൾക്കൊക്കെ അവർ CBSE സ്കൂളിൽ തന്നെ കുട്ടികളെ ചേർക്കുള്ളൂ. എന്നിട്ട് അവർ പബ്ലിക് സ്കൂളുകൾ, അല്ലെങ്കിൽ പബ്ലിക് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്കൂളാണ്, മറ്റു സ്റ്റേറ്റിൽ അതല്ല അതിൻ്റെ അർത്ഥം. സ്റ്റേറ്റ് സ്കൂളുകൾ, സ്റ്റേറ്റ് സിലബസിലെ സ്കൂളുകളിൽ കുട്ടികൾ പഠിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞാൽ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവർ പ്രസംഗിക്കും. അവർ കുട്ടികളെ അവർ ചേർക്കില്ല. അവരെപ്പോഴും ഒരു സൊസൈറ്റിയിലൊരു ഉന്നത കുലജാതരെ പോലെ അവർ നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ആളുകളെയും ഇതിനു വേണ്ടി ഉപയോഗിക്കും. അത് കഴിഞ്ഞ് നമ്മൾ സിസോദിയാണ് ഏറ്റവും ഒടുവിൽ പ്രശ്നത്തിലായത്. ഇപ്പൊ സിസോദിയയ്ക്കും മോശമല്ല, സിസോദിയയുടെ NGOs ഉണ്ട്. എല്ലാവരും NGOs ഉള്ളവരാ. അതായത് ഈ പാർട്ടി ഉണ്ടാക്കിയിട്ടുള്ള എല്ലാവരും, നേതാക്കളെല്ലാവരും NGOസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കേജ്രിവാളുമായി ചേർന്നിട്ട് കബീർ എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കുന്നു. പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് പൗരന്മാരെ ശാക്തീകരിക്കുക. ഇവരുടെ പൗരന്മാരെ ശാക്തീകരിക്കലാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ വിവരാവകാശ പ്രവർത്തനം, ഇതേ പ്രവർത്തനം നടത്തിയിട്ട് സിസോദിയെ സ്വന്തമായിട്ട് നടത്താൻ ഉണ്ടാക്കിയൊരു സംഘടനയുണ്ട്, ഒബ്ജക്റ്റീവ്. അത് ഒറ്റയ്ക്ക് വിദേശ ഫണ്ട് അടിച്ചു മാറ്റാൻ വേണം, നമുക്ക് അങ്ങനെ പറയാം. ഒറ്റയ്ക്ക് വിദേശ ഫണ്ട് അടിച്ചു മാറ്റാൻ ഉണ്ടാക്കിയൊരു സംഘടന. 2012 FCRA നിയമം ലംഘിച്ചതിന് അന്നത്തെ കോൺഗ്രസ് സർക്കാർ ഈ സംഘടനയ്ക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു, ഫണ്ടുകൾ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട്. അതേ കോൺഗ്രസ് ഇന്ന് AAPക്കെതിരെ അനുകൂലമായിട്ടുള്ള രീതിയിലാണ് പോകുന്നത്. അതാണ് അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇവരെല്ലാം ഒരേ തൂവൽ പക്ഷികളാണ്, ബേഡ്സ് ഓഫ് സെയിം ഫെദേഴ്സ് ആണ് ഇവരെല്ലാവരും. അപ്പോൾ ഇന്ന് അവരെ സംബന്ധിച്ച് അവർക്ക് മുഖ്യ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയെ പടിയിറക്കണം. നരേന്ദ്രമോദിയെ പടിയിറക്കണമെന്നുണ്ടെങ്കിൽ മുമ്പ് പറഞ്ഞൊക്കെ വിഴുങ്ങാം. ഇപ്പോൾ കർഷക ബില്ല് തന്നെ അങ്ങനെയല്ലേ, കർഷക ബില്ലിനെ പറ്റി CAA ബില്ല് ആദ്യമായിട്ട് ഇത് വേണമെന്ന് ശക്തമായിട്ട് വാദിച്ച ആൾ പ്രകാശ് കാരാട്ടായിരുന്നു. മൻമോഹൻ സിംഗ് അതിന് വേണ്ടിയിട്ട്. ഈ പ്രകാശ് കാരാട്ടിന്റെ പേര് പ്രബീർ പുർക്കായസ്തയ്ക്കൊപ്പമാണെന്നുള്ള ന്യൂസ് ക്ലിക്കിന്റെ വിവാദത്തിൽ ഉണ്ടായിരുന്നു. ആരും വന്ന് അത് സംസാരിച്ച് കണ്ടില്ല. ഞാൻ മനസ്സിലാക്കിയത്, എനിക്ക് തോന്നുന്നു ജന്മഭൂമിയാണെന്ന് തോന്നുന്നു അതിൻ്റെ വാർത്ത കൊടുത്തത്. വേറെ ആരും കൊടുക്കില്ല. കാരണം ഇവരെല്ലാം മീഡിയയിൽ സ്വാധീനിക്കാൻ കഴിയുന്നത്. NDTV ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, വൈഫിൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ അവർ അതിലില്ല. പക്ഷേ എങ്കിലും അതുകൊണ്ട് ഇവരുണ്ടാക്കിയിരിക്കുന്ന സ്വാധീനം വളരെ വിപുലമാണ്. ഇവർക്ക് മീഡിയയുടെ അകത്തുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള സ്വാധീനം. അപ്പം അന്ന് മൻമോഹൻ സിംഗ് LK അഡ്വാനി ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനോട് സഭയിൽ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളെന്താ ബില്ല് പാസ്സാക്കാത്തതെന്ന്, CAA എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസ് വാസ് ഫോർ ദാറ്റ് ബിൽ. പക്ഷേ മോഡി കൊണ്ടുവന്നു, അല്ലെങ്കിൽ അമിത്ഷാ കൊണ്ടുവന്നു, അല്ലെങ്കിൽ BJP കൊണ്ടുവന്നു പറഞ്ഞാൽ അപ്പോൾ അവർ കള്ളക്കഥകൾ ഉണ്ടാക്കും. ഇവിടുന്ന് മുസ്ലിങ്ങളൊക്കെ തല്ലി ഓടിക്കാനാണ്. ആ നരേറ്റീവ് ഉണ്ടാക്കിയിട്ട് പാവപ്പെട്ട ഈവൻ സോ കോൾഡ് എലീറ്റ് ആൾക്കാരുടെ ഉള്ളിൽ പോലും അത് കുത്തിവെക്കുന്നതിൽ അവർ വിജയിച്ചു എന്നുള്ളതാണ്. കാരണം ഒരിക്കൽ ഒരു ജേർണലിസ്റ്റ് എന്നെ സമീപിച്ചു. അയാളുടെ വൈഫിൻ്റെ അയാളുടെ കുട്ടിയുടെ CBSE സർട്ടിഫിക്കറ്റിൽ വൈഫിൻ്റെ പേരിൽ എന്തോ സ്പെല്ലിംഗ് തെറ്റി കിടക്കണ്ടത്രേ. അപ്പം അതിനെന്താ ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ തിരുവനന്തപുരത്ത് റീജിയണൽ ഓഫീസിൻ്റെ അവിടെ ചെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ ഇപ്പോൾ ഇത്ര സീരിയസ്നെസ് എന്താ ഇതിന് കൊടുക്കാൻ കാരണം? അല്ല, ഇപ്പോൾ ഈ ബില്ലൊക്കെ വരികയാണല്ലോ, അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അമ്മയുടെ പേരിൻ്റെ സ്പെല്ലിംഗ് തെറ്റണമെങ്കിൽ കുട്ടിക്ക് ചിലപ്പോൾ നാട്ടിൽ നിൽക്കാൻ പറ്റാതെ വന്നാലോ. അപ്പോൾ ഞാൻ ചോദിച്ചാൽ താങ്കൾ ജേർണലിസ്റ്റ് തന്നെ അല്ലേ? എനിക്ക് ആ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഫ്രണ്ടാണ്. അതെ സാറേ. അപ്പോൾ ഈ ബില്ല് വായിച്ചിട്ടുണ്ടോ? ഇല്ല.
അപ്പോൾ ബില്ല് വായിക്കാതെ നിങ്ങളെങ്ങനെ മനസ്സിലാക്കി ഇങ്ങനെ ഈ അമ്മയുടെ പേരിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ പോലും കുട്ടീനെ പിടിച്ച് രാജ്യത്ത് നിന്ന് പുറത്താക്കുമെന്ന്? അപ്പോൾ അങ്ങനെയാണ് നെറേറ്റീവ് സൃഷ്ടിക്കപ്പെട്ടത്. എല്ലാവരും ഇവിടെ നിന്ന് പറഞ്ഞു വിടുമെന്നുള്ളതായിരുന്നു. അത് ഇന്നത്തെ നമ്മുടെ പല ബുദ്ധിജീവികളായിട്ട് നടക്കുന്ന ആൾക്കാരെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന അതാണ്. ഇവരെല്ലാവരും ഇവിടെ നിന്ന് ഓടിച്ചു കളയും. അപ്പോൾ ഇത്തരം നെറേറ്റീവ്സ്, നാഷണലിസത്തിനെതിരായിട്ടുള്ള ഇത്തരം നെറേറ്റീവ്സ് സൃഷ്ടിക്കാനായിട്ട് NGOമാർക്ക് സാധിക്കും. അതിപ്പോൾ പ്രശാന്ത് ഭൂഷണായാലും ഈ പറഞ്ഞ കെജ്രിവാളായാലും സിസോദി ആയാലും ഇവർക്കൊക്കെ സാധിക്കും അത്. അപ്പോൾ ഈ NGOs എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ആയുധമായിട്ട് മാറുകയാണ്. അപ്പോൾ പ്രോപ്പർ ഈ ഫണ്ട് കിട്ടുന്ന കാര്യങ്ങൾ അതുവഴി ത്രൂ ആ ഫണ്ട് വരും. ഫോർഡ് ഫൗണ്ടേഷൻ്റെ അല്ലെങ്കിൽ ദീപ് സ്റ്റേറ്റിൻ്റെ എല്ലാം ഫണ്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഈ ഫണ്ടിങ്ങിൻ്റെ കാര്യങ്ങളിൽ ചില റെസ്ട്രിക്ഷൻസ് വരാൻ പോകണമെന്ന് കാണുമ്പോഴാണ് ഇവരൊക്കെ മോഡിക്കെതിരാവുന്നത്. ഇപ്പോൾ FCR അവരുടെ പ്രശ്നത്തിലൊക്കെ അവരുടെ പ്രശ്നം അതാണ്. അവർക്ക് ഫ്രീ ഫോർ ഓൾ ആയിരിക്കണം. അത് ആർക്കും എന്തും ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്വാതന്ത്ര്യമാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒരു സമാന്തര സമ്പദ് വ്യവസ്ഥ തന്നെ ഉണ്ടാക്കിയെടുക്കുക. സമാന്തര സമ്പദ് വ്യവസ്ഥയുണ്ട്. ഇപ്പോൾ ഭാരതത്തിന് സമാന്തര സമ്പദ് വ്യവസ്ഥ ഉണ്ടെന്ന് ആദ്യമായിട്ട് പറഞ്ഞത് 1974 73 അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന YB ചവാന ഭാരതത്തിൽ സമാന്തര സമ്പദ് വ്യവസ്ഥ ഉണ്ടെന്ന് പറഞ്ഞത്. പിന്നീട് കാലം കയറിയപ്പോൾ അത് കൂടി പോയി. അപ്പോൾ ആ സമയത്തൊക്കെ ഇവരുടെ റെലവൻസ് വർദ്ധിച്ചു. NGO ഇങ്ങനത്തെ എന്തെങ്കിലും ഇതേപോലത്തെ ഉടായ്പ പരിപാടി ചെയ്യണമെന്നുണ്ടെങ്കിൽ NGO രൂപീകരിക്കുക എന്നുള്ളതാണ്. അത് മതത്തിൻ്റെ പേരിലായാലും വേറെ സോഷ്യൽ വർക്കിൻ്റെ പേരായാലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് വന്നത്. അപ്പം അത് സ്വാഭാവികമായിട്ട് AAPയെ ആകാശത്തേക്ക് ഉയർത്തി നിർത്തിയത് അവർ തന്നെയാണ്. നമുക്ക് കിട്ടിയ ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു എപ്പിസോഡിൽ ഇത് തീരില്ല. അത് കാരണം AAPയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫണ്ട് എവിടെ നിന്നാണ്, ഏതാണ്ട് ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ് നമുക്ക് പറയാൻ പറ്റിയത്. അത് ഒരു നീണ്ട കഥയാണത്. കാരണം എത്ര NGOs ഇതിൽ ഇൻവോൾവ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ലിസ്റ്റ് ഉണ്ട്. നമുക്കത് കടലാസ് നോക്കിയിട്ടേ നമുക്ക് ഒരു പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ, പ്രോഗ്രാം. അല്ലെങ്കിൽ നമ്മൾ അത്ര വലിയ കമ്പ്യൂട്ടർ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. ഇനിയും കിട്ടുന്ന വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് പറയാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4Nനും കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.